ലോകത്തിലെ ഏറ്റവും വലിയ കരാറുകളിൽ ഒന്നാണ് ഒരുങ്ങുന്നത് കേട്ടോ. ഞെട്ടണ്ട, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വളരെ വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് ഈ 2026 വർഷത്തിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. വെറും പ്രതീക്ഷകളല്ല, ഓരോന്നും ഫുൾഫിൽ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യ വളർച്ച വലിയ രീതിയിൽ എടുത്തു കാണിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെയാണ് പോകാനുള്ളത്. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. പ്രോജക്ട് 75-1, അതെ, ഇന്ത്യൻ നാവികസേനയുടെ ഒരു അന്തർവാഹിനി ഏറ്റെടുക്കൽ പദ്ധതിയുടെ കോഡാണിത്. രാജ്യത്തിന്റെ പ്രതിരോധ മേഖല കാക്കുന്ന അന്തർവാഹിനികളിൽ ഒരു വമ്പൻ ചുവടുവയ്പ് എടുക്കാനാണ് നമ്മുടെ രാജ്യം ഒരുങ്ങുന്നത്. ഈ അന്തർവാഹിനി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട രണ്ട് കമ്പനികൾ തമ്മിൽ വമ്പൻ ചർച്ചകളായിരുന്നു അണിയറയിൽ നടന്നിരുന്നത്. ചെലവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് ഇരു കമ്പനിയും നടത്തിയത്. മസഗൻ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും അതുപോലെ തന്നെ ജർമ്മനിയുടെ തൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസ് എന്നീ കമ്പനികളായിരുന്നു ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ചർച്ചകൾ ഇപ്പോൾ ഒരു കരയ്ക്കടുത്തു എന്നത് വേണം പറയാൻ. ഇനി നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അംഗീകാരത്തിനായാണ് ഫയലുകൾ നീക്കം ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത അന്തർവാഹിനി കരാറുകളിൽ ഒന്നായി മാറാനിരിക്കുന്ന കരാറാണ് ഇതെന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും. ഈ ഒരു ബ്രഹ്മാണ്ഡ കരാറിന് 66,000 മുതൽ 70,000 കോടി രൂപ വരെയാണ് വില മതിക്കുന്നത് എന്നത് ലോകരാജ്യങ്ങളുടെയൊക്കെ കണ്ണു തള്ളിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഏറ്റെടുത്ത അണ്ടർ വാട്ടർ ശേഷി പദ്ധതിയിൽ ഏറ്റവും ചെലവേറിയ പദ്ധതിയാണ് ഇത് എന്നത്. ഞാൻ എല്ലാ വാർത്തയിലും പറയുന്നത് പോലെ 2026 ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യം നമുക്ക് സർപ്രൈസുകളുടെ ഒരു പെരുമഴയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോജക്ട് 75 എന്നൊരു പദ്ധതി നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് പ്രോജക്ട് 75-1 എന്ന പദ്ധതി ഇറക്കുന്നത്. ഇതിന്റെ ടെക്നിക്കൽ ഭാഗങ്ങൾ ആഴത്തിൽ തന്നെ ഒന്ന് പരിശോധിക്കാം. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ, അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ഷേപ്പിംഗ്, കോട്ടിങ്ങുകൾ, ആധുനിക കോമ്പാറ്റ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ, ആന്റി സർഫസ്, ആന്റി സബ്മറൈൻ വാർഫെയർ ദൗത്യങ്ങൾക്കുള്ള ഹെവി വെയ്റ്റ് ടോർപിഡോകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്ന 6 അടുത്ത തലമുറ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു പദ്ധതി 3 ആഴ്ച വരെ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കാൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഈ അന്തർവാഹിനികളിൽ ചെയ്തിരിക്കുന്നത്. മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ഈ കരാർ കൃത്യമായ ദിശയിലൂടെയാണ് നീങ്ങുന്നതെങ്കിൽ ഏകദേശം 2030കളുടെ തുടക്കത്തിൽ ഈ അന്തർവാഹിനി സർവീസിൽ പ്രവേശിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ചൈനയും പാകിസ്ഥാനും ആധുനിക പ്രതിരോധ സജ്ജീകരണങ്ങൾ അവരുടെ സേനയുടെ ഭാഗമാക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയും ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ വലിയ മറുപടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ സോഷ്യൽ മീഡിയകളിൽ കമന്റിൽ വന്നതാണ് പാകിസ്ഥാൻ ഒരു പൂ ചോദിച്ചപ്പോൾ ഇന്ത്യ ഒരു പൂക്കാലം തന്നെ കൊടുത്തു എന്നത്. കാരണം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്ന തിരിച്ചടി ആയിരിക്കില്ല നമ്മുടെ രാജ്യം കൊടുക്കുന്നത്. കാരണം ആദ്യമൊക്കെ ഒന്ന് പതുങ്ങി മിണ്ടാതെ മാറി നിൽക്കുമെങ്കിലും ആ പ്രശ്നം അവസാനിപ്പിക്കാൻ നമ്മുടെ ശത്രു രാജ്യത്തിന് ലക്ഷ്യമില്ലെങ്കിൽ ആ ഒരു ശത്രു രാജ്യം പ്രതീക്ഷിക്കുന്നതിനും 10 മടങ്ങ് ശേഷിയിലാകും നമ്മുടെ രാജ്യം കയറി അങ്ങ് പെരുമാറുക. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു രീതി. എന്തായാലും നമ്മുടെ രാജ്യം പ്രതിരോധ മേഖലയിൽ വലിയ അപ്ഡേറ്റ്സുകളാണ് കൊണ്ടുവരുന്നത്. 114 റഫേൽ ജെറ്റുകളുടെ ഏറ്റെടുക്കൽ ഒരു കരാറിൽ അന്തിമ തീരുമാനമൊക്കെ ആയി എന്നുള്ള വാർത്തകളും വലിയ രീതിയിൽ മുഴങ്ങി കേൾക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രാജ്യം വളർച്ച കൈവരിക്കുന്നു എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്നത് എടുത്തു തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്.